അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് പുതിയ ഒരു ചരിത്രം രചിക്കുക എന്നതാണ് ഫാസിസ്റ്റുകളുടെ ഒരു രീതി. തങ്ങളുടെ ഇംഗിതത്വത്തിനനുസരിച്ച് അജണ്ടകളെ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു അപനിർമ്മിതി ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് അനിവാര്യവുമാണ്. സത്യത്തെ ഭയപ്പെടുകയും സത്യം സമൂഹത്തിൽ പ്രചരിക്കുന്നതോടുകൂടെ തങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഫലം കാണാതെ പോകുമോ എന്ന ആശങ്കയുമൊക്കെ ചരിത്രത്തെ വക്രീകരിക്കാനും അപനിർമ്മിതിയിലൂടെ പുതിയ തലമുറക്ക് കൈമാറ്റം ചെയ്യാനും ഫാസിസ്റ്റുകളെ പ്രചോദിപ്പിക്കും. നമ്മുടെ രാജ്യത്ത് അത്തരം വക്രീകരണ പൊതുനിർമ്മിത ചരിത്ര രചനകളുടെ കുത്തൊഴുക്ക് നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് നാം ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഈ വിഷയമൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ ചില ചരിത്ര വസ്തുതകൾ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമസ്തയുടെ ആദ്യകാല സമ്മേളനങ്ങളിൽ അധ്യക്ഷന്മാർക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. അതൊരു ചരിത്ര വസ്തുതയാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് സമസ്തയുടെ സമ്മേളനത്തിലെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാം സമ്മേളനം 1927 ഫെബ്രുവരി 7 മലപ്പുറം ജില്ലയിലെ താനൂരിൽ വച്ചാണ് നടന്നത്. അന്ന് സമ്മേളനത്തിൽ അധ്യക്ഷനായത് വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലെ ളിയാഉദ്ദീൻ ഹസ്രത്ത് അവറുകളായിരുന്നു. സമസ്തയുടെ രണ്ടാം സമ്മേളനം 1927 ഡിസംബർ മാസം 31 പാലക്കാട് ജില്ലയിലെ മോളൂരിൽ വെച്ച് നടക്കുമ്പോൾ അന്നത്തെ അധ്യക്ഷൻ ബഹുമാന്യനായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളായിരുന്നു. 1929 ജനുവരി 7 പാലക്കാട് ജില്ലയിലെ ചെമ്മൻകുഴിയിൽ നടന്ന മൂന്നാം സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചത് മൗലാന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവറുകളായിരുന്നു. 1930 മാർച്ച് 17 പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് നടന്ന നാലാം സമ്മേളനത്തിൽ വെള്ളങ്ങര മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ് നേതൃത്വം നൽകിയിരുന്നത്. 1931 മാർച്ച് 11 പാലക്കാട് ജില്ലയിലെ വെള്ളിയഞ്ചേരി എന്ന പ്രദേശത്ത് നടന്ന അഞ്ചാം സമ്മേളനത്തിൽ മൗലാന കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. 1933 കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിൽ നടന്ന ആറാം സമ്മേളനത്തിൽ മഹാനായിരുന്ന ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങളായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. 1945 മെയ് 27, 28 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ കാര്യവട്ടത്ത് നടന്ന സമ്മേളനത്തിന് മൗലാന കുത്തുബി തങ്ങളും നേതൃത്വം നൽകി. 1947 മാർച്ച് 15, 16, 17 തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ മീഞ്ചന്തയിൽ നടന്ന പ്രസിദ്ധമായ സമ്മേളനത്തിൽ ഷെയ്ഖ് ആദം ഹസ്രത്തായിരുന്നു അധ്യക്ഷനായിരുന്നത്. 1950 ഏപ്രിൽ 29, 30 തീയതികളിൽ നടന്ന മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ വെച്ചു നടന്ന സമ്മേളനത്തിൽ പാറക്കടവ് ഖാദി PP അബ്ദുള്ള മുസ്ലിയാർ അവറുകളായിരുന്നു അധ്യക്ഷനായിരുന്നത്. 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ കോഴിക്കോട് വടകരയിൽ വെച്ചു നടന്ന സമ്മേളനത്തിൽ മദ്രാസിലെ ചീഫ് ഖാദിയായിരുന്ന മുഹമ്മദ് ഹബീബുള്ള മുഫ്തി സാഹിബ് അവറുകളായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. 1954 ഏപ്രിൽ 24, 25 മലപ്പുറം ജില്ലയിലെ താനൂരിൽ വെച്ചു നടന്ന സമ്മേളനം വെല്ലൂർ ആദം ഹസ്രത്തിൻ്റെ അധ്യക്ഷതയിൽ മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ് ഉദ്ഘാടനം ചെയ്തത്. 1961 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ കക്കാട് വെച്ചു നടന്ന സമ്മേളനം ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബിൻ്റെ അധ്യക്ഷതയിലാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ മൗലാന കുത്തുബി തങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 1963 ഡിസംബറിൽ കാസർഗോഡ് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനം അന്ന് ഉദ്ഘാടനം ചെയ്തത് മൗലാന കുത്തുബി തങ്ങൾ തന്നെയായിരുന്നു. 1972
മെയ് 5, 6, 7 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന പ്രദേശത്ത് നടന്ന സമസ്തയുടെ സമ്മേളനം അന്ന് ഉദ്ഘാടനം ചെയ്തത് മഹാനരായിരുന്ന ബാഫഖി തങ്ങളായിരുന്നു. ബാഫഖി തങ്ങൾ സമസ്തയിൽ വഹിച്ചിരുന്ന സ്ഥാനം എന്തായിരുന്നുവെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. 1985 കോഴിക്കോട് നടന്ന സമസ്തയുടെ 60-ാം വാർഷികം മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഷെയ്ഖുന ഷംസുൽ ഉലമായി EK അബൂബക്കർ മുസ്ലിയാർ അവർകളായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. 1996 മാർച്ച് 29, 30, 31 തീയതികളിൽ നടന്ന സമസ്തയുടെ 70-ാമത് വാർഷികം മഹാനായിരുന്ന സയ്യിദ് അസ്ഹരി തങ്ങളുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്തത് ഷെയ്ഖുന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തന്നെയായിരുന്നു. 2012 ഫെബ്രുവരി 23, 24, 25, 26 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങര കൂരിയാട് നടന്ന 85-ാമത് വാർഷികം അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് അലിയുൽ ഹാഷ്മിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷരായിരുന്ന മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പിൽക്കാലത്ത് 90-ാമത് ഐതിഹാസിക വാർഷികം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോഴും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നത്. ഇത്രയേറെ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഒരു പ്രസംഗം, ഓരോ പ്രസംഗങ്ങളും എഴുത്തുകളും അവരെ സ്വാധീനിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന കണ്ടന്റിൻ്റെ പിറകെ പുതിയ ഒരു ചരിത്രം നിർമ്മിക്കപ്പെടും എന്നതും ഒരു വസ്തുതയാണല്ലോ. സമസ്തയുടെ ഏതേതു കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്തിരുന്നത് പാണക്കാട്ട് നിന്നായിരുന്നു. ഇന്ന് പാണക്കാട്ട് തങ്ങളെ സമസ്ത അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ചരിത്രത്തിൻ്റെ അപനിർമ്മിതി പാണക്കാട് കുടുംബവും സമസ്തയും തമ്മിൽ ഭയങ്കര ഭിന്നതയിലാണെന്ന് വരുത്തി തീർക്കാൻ തങ്ങൾക്ക് സ്വാധീനമുള്ള സമൂഹത്തിൻ്റെ മുൻപിൽ, സ്വാധീനമുള്ള മേഖലകളിൽ മുഴുവനും പാട്ടുപാടി ആഘോഷിക്കുന്ന ഒരു വിഭാഗം. ഇതൊന്നുമില്ലാതെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം സമസ്തയുടെ ഒരൗദ്യോഗിക പദവിയിലും അന്നില്ല. എന്താ അദ്ദേഹത്തിൻ്റെ യോഗ്യത? പാണക്കാട്ടത്തെ മൂത്ത തങ്ങൾ അദ്ദേഹമാണ്. അതാണ് യോഗ്യത. വാദിന്നൂറിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാ? ശിഹാബ് തങ്ങളാണ്. 2008 മുഅല്ലിം സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഇന്നും വരക്കൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ വരക്കൽ സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തിയൊരു ബോർഡുണ്ട്. വൈസ് പ്രസിഡന്റ് ഹാമിദ് കോയമ്പത്തങ്ങളാണ് അധ്യക്ഷൻ. വലിയ ആത്മീക പുരുഷനാണ്. കാളമ്പാട് ഉസ്താദിനെ പോലുള്ള മഹാന്മാരുടെ ഷെയ്ഖാൻ. ശിലാസ്ഥാപനം നടത്തുന്നതാരാണ്? സമസ്തയുടെ ഒരു ഔദ്യോഗിക പദവിയിലുമില്ലാത്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്താ അദ്ദേഹത്തെ യോഗ്യത? അദ്ദേഹം പാണക്കാട് തങ്ങളാണ്. അതാണ് യോഗ്യത. അങ്ങനെയാണ് ഈ ഉമ്മത്ത് അവരെ കണ്ടത്. ഇതുപോലെ കാണാൻ നമുക്ക് സാധ്യമാവണം. അത്തരം പ്രസംഗം വലിയ അപകടമാണ് സമൂഹത്തിൽ വരുത്തിവെക്കുക. ഈ അടുത്ത് ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് നടത്തിയ പ്രസംഗം അത്തരത്തിലുള്ളതായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപും ഈ ശ്രേണിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എഴുത്തുകളും നടക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് സുപ്രഭാതം പിറവിയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞിരുന്നുവത്രേ, ഇത് സമൂഹത്തെ രണ്ടാക്കാനുള്ള പത്രമാണ് എന്ന്. നെല്ലും പതിരും വേർതിരിച്ചറിയാൻ ഈ പത്രം ഉപകരിക്കുമെന്ന് പിതാവ് കാലേക്കുട്ടി കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സമസ്തയുടെ ആശയാദർശങ്ങൾ വിളിച്ചു പറയാനും പൊതുജന സമ്മിതിയുള്ള ഒരു പത്രമായി എല്ലാവരും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, ആരോടും പ്രത്യേക വിധേയത്വമോ കടപ്പാടോ കാണിക്കാത്ത, എന്നാൽ പൂർവികർ കാത്തുസൂക്ഷിച്ചു പോന്നിരുന്ന ബന്ധങ്ങളെ ഊഷ്മളതയോടുകൂടെ നിലനിർത്തുന്ന ഒരു പത്രമായി സുപ്രഭാതം അങ്ങ് പരിലസിച്ചു കഴിഞ്ഞു. ഏതാണെങ്കിലും പറഞ്ഞു വന്നത്, പാണക്കാട് തങ്ങളെ സമ്മേളനങ്ങളിൽ അവഗണിക്കുന്നു എന്ന വാർത്ത പച്ചക്കള്ളം, ഇങ്ങനെ ചരിത്രത്തിൻ്റെ പിൻബലമില്ലാത്ത, എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പച്ചക്കള്ളം ദയവ് ചെയ്ത് അങ്ങേപോലെയുള്ള പ്രഭാഷകർ ആവർത്തിക്കരുത്. തെറ്റുപറ്റിയാൽ നമുക്കത് തുറന്നു പറയാമല്ലോ. ഇല്ലാത്ത കഥകൾ മനഞ്ഞ് ആർക്കു വേണ്ടിയാണ് നമ്മൾ സാമ്പാർ തിളപ്പിക്കുന്നത്? സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സമസ്ത നേതൃത്വം നൽകുമ്പോൾ അതിൻ്റെ ഓരം ചാരി നിന്ന് നമ്മുടെ പ്രിവിലേജുകൾ ഉയർത്തുമ്പോൾ അതിനോട് കുറച്ചൊക്കെ കൂറും കടപ്പാടുകളും പ്രതിബദ്ധതകളുമൊക്കെ നമുക്കൊക്കെ ആകാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.